ഹായ് ഹലോ എല്ലാവർക്കും ഷറൂസ് ഫുഡ് ഗാലയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയേക്കുന്നത് തൈര് സാദമാണ്. കണ്ടോ, ഞാനത് ഗാർണിഷ് ചെയ്യാൻ കുറച്ച് ചെറിയൊക്കെ ഇട്ട് കാണാൻ നല്ല ഭംഗിക്ക് വെച്ചതേ ഉള്ളൂ. അപ്പം അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 2 ടീസ്പൂൺ ഉഴുന്ന്, പിന്നെ ഒരു ചുവന്ന മുളക്, പിന്നെ പച്ചമുളക് അരിയൊക്കെ കളഞ്ഞ് ഞാൻ ഒരെണ്ണമാണ് എടുത്തേക്കുന്നത്. അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. പിന്നെ വറുത്ത കപ്പലണ്ടി കുറച്ച് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കാഷ്യൂനട്ട് അത് കുറച്ച് മതി, ഒരു 4-5 ഇങ്ങനെ മുറിച്ചെടുക്കുക. പിന്നെ ഇഞ്ചി 2 ടീസ്പൂണോളം പിന്നെ അരിഞ്ഞത് ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, ഉപ്പ് ആവശ്യത്തിന്. ഇത്രയാണ് നമുക്ക് വറുക്കാൻ വേണ്ടത്. ഇനി പാല് 1 കപ്പ്, തൈര് 1.5 കപ്പ്, പിന്നെ നമ്മുടെ സാധാരണ പച്ചരിയില്ലേ അത് വേവിച്ച് അത്യാവശ്യം നന്നായിട്ട് വേവണം. അത് വേവിച്ചതൊരു 2.5 കപ്പോളം ഉണ്ട്. അപ്പം നമുക്ക് ആദ്യം ഇതിനകത്ത് തൈരും പാലും ഒഴിച്ച് നന്നായിട്ട് ഇളക്കി വെക്കണം. തൈര് സാദത്തിൽ പാല് ഒഴിക്കണം. എന്താണെന്ന് വെച്ചാൽ തൈരിന് ചെറിയ പുളി ഉണ്ടെങ്കിൽ അത് മാറി കിട്ടും. പിന്നെ നല്ല നല്ല വെള്ളം അത്യാവശ്യം ഉണ്ടായിരിക്കണം അതിനകത്ത്. അല്ലെങ്കിൽ തൈര് ഇരുന്ന് അതങ്ങ് കട്ടിയാവും, പിന്നെ പുളി കൂടും. ഇതാകുമ്പോൾ നമുക്ക് ലഞ്ച് ബോക്സിലുമൊക്കെ കൊടുത്തു വിടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കുകയാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് പുളിക്കത്തില്ല. പുളി കുറഞ്ഞ തൈര് എടുക്കാൻ നോക്കുക. അതിൻ്റെ കൂടെ ഈ പാലും കൂടെ ഒഴിക്കുകയാണെങ്കിൽ നമ്മൾ ട്രെയിനിലൊക്കെ പോകുമ്പോഴേ അല്ലെങ്കിൽ നമ്മൾ യാത്ര എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമ്മൾ ഇത് തൈര് സാദം കൊണ്ടുപോവുകയാണെങ്കിൽ ഇങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ അത് കേടാവില്ല. പിന്നെ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. പിന്നെ ഉപ്പ് അവരവരുടെ പാകത്തിനനുസരിച്ച് ഇടാം. അപ്പോൾ തൈരിൻ്റെ പാലിലേക്ക് അളവെന്ന് പറയുന്നത് തൈര് എത്ര എടുക്കണോ അതിൻ്റെ ഒരു പകുതി പാലെടുക്കുക, അതാണ് അളവെന്ന് പറയണേ. ഇപ്പോൾ ഇതേ പാൻ ചൂടാക്കി വയ്ക്കാൻ നമുക്ക് ഈ സാധനങ്ങളെല്ലാം വറുത്തിടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് കടുക്, ഞാനത് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, കുറച്ച് കടുക് ഇടണം. അത് പൊട്ടുമ്പോൾ ബാക്കി സാധനങ്ങൾ ഓരോന്നായിട്ട് ഇടുക. ഉഴുന്നൊക്കെ ഈ തൈര് സാദത്തിൽ ഒന്ന് കടിക്കുമ്പോൾ എന്ത് സ്വാദാണെന്നറിയോ? ഇനി അത് എന്ത് സ്വാദ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇടണ്ട, എന്നാലും ആ ഉഴുന്ന് കടിക്കുന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇഞ്ചിയും പച്ചമുളകും അതും നല്ല ടേസ്റ്റാണ് ആ തൈര് സാദത്തിൽ ഇങ്ങനെ കഴിക്കാൻ. നാരങ്ങ ഉപ്പിലിട്ടതൊക്കെ കൂട്ടി കഴിക്കാൻ നല്ലതാണ്. എനിക്കിതൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ തന്നെ കഴിക്കണതാണ് കേട്ടോ ഇഷ്ടം. കാരണം ഒരുപാട് സാധനങ്ങൾ നമ്മൾ അതിനകത്ത് ഇടുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഉഴുന്ന് എൻ്റെ കളർ ബ്രൗൺ ആവണ വരെ ആണ് ഇതിൻ്റെ പാകം എന്ന് പറയണേ. നമ്മൾ നല്ലെണ്ണയാണ് ഉപയോഗിക്കേണ്ടത്. വെളിച്ചെണ്ണ ഉപയോഗിച്ചാലും കുഴപ്പമില്ല, എന്നാലും നല്ലെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ്. ഇഞ്ചി ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇഞ്ചി ഇടുക. ഇഞ്ചി ഇതുപോലെ വറുത്ത് കഴിഞ്ഞാൽ അത് കടിക്കാൻ നല്ല സ്വാദാണ്. പിന്നെ പച്ചമുളക്, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കാഷ്യൂനട്ട് ഞാൻ അതിൻ്റെ കൂടെ അങ്ങ് ഇടുകയാണ്. കപ്പലണ്ടി ഉണ്ടല്ലോ, അത് ആദ്യമേ വറുത്ത് വെച്ചതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് ഇടുന്നില്ല. കറിവേപ്പില ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് വച്ചേക്കുന്നത്. മസാല എടുക്കാറാകുമ്പോൾ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങ് എടുത്താൽ മതി.
അതിൻ്റെ കൂടെ ചുവന്ന മുളക് ഞാൻ ഇട്ടു കേട്ടോ. നന്നായിട്ട് ഇളക്കുക. കണ്ടില്ലേ, ചുവന്ന മുളക് അവസാനം ഇട്ടാൽ മതി, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവില്ലേ. അതുകൊണ്ട് അവസാനം ഇട്ടാൽ മതി. നമ്മൾ വറുത്ത് വെച്ചതെല്ലാം നമുക്കിതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കാം. കണ്ടോ, വലിയ പാടൊന്നുമില്ല തൈര് സാദം ഉണ്ടാക്കാൻ. നമുക്കതിനകത്ത് ഇനി ഇതിൻ്റെ കൂടെ കപ്പലണ്ടിയും പിന്നെ ഏറ്റവും അവസാനം കഴിക്കുന്നതിന് മുമ്പ് കുറച്ച് ചെറിയ വിതറി കൊടുത്താൽ മതി. അതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. അതൊക്കെ കഴിക്കാനൊരു നല്ല സ്വാദായതുകൊണ്ട് അതിടുന്നേ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കണ്ടത്. അപ്പം നമ്മുടെ തൈര് സാദം റെഡിയായി. നിങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. നാളെ 1 മണിക്ക് നമുക്ക് വീണ്ടും കാണാം.